ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ സാലിസിലിക് ആസിഡിനെ കുറിച്ചുള്ളതാണ്. ഈ വീഡിയോയിൽ എന്താണ് സാലിസിലിക് ആസിഡ്, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുക, എത്ര കാലം യൂസ് ചെയ്യണം, ഏതൊക്കെ സെറത്തിന്റെ കൂടെ കമ്പൈൻ ചെയ്യാം, ഇതിന്റെ കൂടെ കമ്പൈൻ ചെയ്തുകൂടാ, ബെസ്റ്റ് സാലിസിലിക് ആസിഡ് സെറം ഏതൊക്കെയാണെന്നുള്ളതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. എന്താണ് ഈ സാലിസിലിക് ആസിഡ്? സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത് BHA, അതായത് ഒരു ബീറ്റ ഹൈഡ്രോക്സി ആസിഡ് ആണ്. വില്ലോ ബാർക്കിൽ നിന്നാണ് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. മെയിനായിട്ട് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോലിയേറ്റ് ചെയ്യുക, അതായത് ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. കൂടാതെ ആക്റ്റീവ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അമിതമായിട്ടുണ്ടാവുന്ന ഓയിൽ പ്രൊഡക്ഷൻ, അതായത് സെബം പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മുടെ പോർസിനെ, അതായത് ഓപ്പൺ പോർസിനെ ഒന്ന് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പോർസിൽ അടങ്ങിയിട്ടുണ്ടാവുന്ന ഈ ഡേർട്ട്നെസ്സും ഇമ്പ്യൂരിറ്റീസിനൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് പോർസിനെ ഒന്ന് മിനിമൈസ് ചെയ്യാനും ഡാർക്ക് സ്പോട്ട്സിനെ ഒന്ന് ഫെയ്ഡ് ആക്കാനും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ട്രീറ്റ് ചെയ്യാനും കൂടാതെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി, അതായത് നമ്മുടെ ഫേസിൽ നിന്ന് റെഡ്നെസ്സും ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാം. വളരെ ചെറിയ ഒരു മോളിക്യൂൾ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഫേസിലെ പോർസിൽ നന്നായിട്ട് ഇറങ്ങിയിട്ട് ഡേർട്ട്നെസ്സും ഇമ്പ്യൂരിറ്റീസും ഒക്കെ നന്നായിട്ട് ക്ലിയർ ചെയ്യും. അതായത് പോർസിനെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോർസിനെ മിനിമൈസ് ചെയ്യാനും സാലിസിലിക് ആസിഡ് സഹായിക്കുന്നുണ്ട്. കൂടാതെ നിങ്ങൾ ഇതൊരു ദിവസം രണ്ട് നേരമാണ് യൂസ് ചെയ്യേണ്ടത്. ഒന്ന് രാവിലെയും വൈകുന്നേരവും. ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത ശേഷം ഒരു ടോണർ ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് ഒരു 2-3 ഡോപ്പ് സാലിസിലിക് ആസിഡ് ഫേസ് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് അബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് സൂട്ടബിൾ ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. നിങ്ങൾ രാവിലെ ഉപയോഗിക്കുമ്പോൾ മസ്റ്റ് ആയിട്ടും SPF 50 ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ മറക്കരുത്. അതായത് സൺ എക്സ്പോഷർ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇത് സൈഡ് എഫക്ട്സ് ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും രാവിലെ ഉപയോഗിക്കുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കുക. ഇനി നിങ്ങൾ വല്ലാതെ സൂര്യപ്രകാശം അടിക്കുന്ന ഒരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് അപ്ലൈ ചെയ്യേണ്ട, ഈവനിങ് യൂസ് ചെയ്താലും മതി. ഇനി ഇതിന്റെ റിസൾട്ട് ഒന്ന് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് സാലിസിലിക് ആസിഡിനെ നമുക്ക് വേറെ കുറച്ച് പ്രൊഡക്റ്റിന്റെ കൂടെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് ഹൈൽഡ്രോണിക് ആസിഡ്. ഹൈൽഡ്രോണിക് ആസിഡും സാലിസിലിക് ആസിഡും കൂടെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുമ്പം ഫേസ് നന്നായി ക്ലെൻസ് ചെയ്ത ശേഷം ആദ്യം സാലിസിലിക് ആസിഡ് യൂസ് ചെയ്ത് ഒന്ന് അബ്സർവ് ആയ ശേഷം മാത്രം ഹൈൽഡ്രോണിക് ആസിഡ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെയാണ് സാലിസിലിക് ആസിഡും നയാസിനമൈഡും. ആദ്യം സാലിസിലിക് ആസിഡ് യൂസ് ചെയ്ത ശേഷം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് 5% നയാസിനമൈഡ് സെറം യൂസ് ചെയ്യാം. കൂടാതെ ആൽഫ ആർബ്യൂട്ടിനും സാലിസിലിക് ആസിഡിന്റെ കൂടെ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കാം. വൈറ്റമിൻ സി, റെറ്റിനോൾ ഒന്നും സാലിസിലിക് ആസിഡിന്റെ കൂടെ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റില്ല. നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അൾട്ടർനേറ്റീവ് ആയിട്ട് ഡേയ്സ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ രാവിലെ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്തിട്ട് ഈവനിങ് റെറ്റിനോൾ യൂസ് ചെയ്യാം. ഒരിക്കലും കമ്പൈൻ ചെയ്യരുത്. ബെസ്റ്റ് ആയിട്ടുള്ള സാലിസിലിക് ആസിഡ് സെറം ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് മിനിമൽസിന്റെ സാലിസിലിക് ആസിഡ് സെറം, ഡെർമാക്കോ 2% സാലിസിലിക് ആസിഡ് സെറം, ഓർഡിനറിയുടെ സാലിസിലിക് ആസിഡ് സെറം. അപ്പൊ ഇത്രയൊക്കെയാണ് സാലിസിലിക്കിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് സാലിസിലിക് ആസിഡിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.